വെൽക്കം ടു സഹാന സിമ്പിൾ ടിപ്സ്. ഇന്നേക്ക് നമുക്ക് മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ മസാല മാത്രം മതിയാവും നമുക്ക് ചോറ് കഴിക്കാൻ. നല്ല മണവും രുചിയുമുള്ള വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത കിടിലൻ ഫിഷ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇത് തയ്യാറാക്കാൻ ആദ്യം നമുക്കിതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കുരുമുളക്, കറിവേപ്പില, പെരിയ ജീരകം ഇതെല്ലാം കൂടെ ചതച്ചെടുക്കണം. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാലയുടെ അളവെല്ലാം മീനിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. ഞാൻ ഇവിടെ 3 അയല മീനാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഉപ്പ് നീരാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വെള്ളം കുറച്ച് മതിയാകും. നിങ്ങൾ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു മൂടി ലെമൺ കൂടെ പിഴിഞ്ഞെടുക്കണം. ഞാനൊരു വലിയ നാരങ്ങയാണ് എടുത്തത്, അതുകൊണ്ടാണ് ഒരു മുറി എടുത്തത്. നിങ്ങൾ അതിനനുസരിച്ച് എടുക്കണം. ഒരു വാഴയില വഴറ്റിയതിന് ശേഷം കുറച്ച് മസാല നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഏതായാലും അതിലോട്ട് മസാല 2 സൈഡിലും നല്ലപോലെ പുരട്ടി കൊടുക്കണം. കൈ വെച്ച് മസാല മീനിൻ്റെ 2 സൈഡും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന വാഴയിലയിൽ ഈ മീനെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം. മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കണമെന്ന് ആവശ്യമില്ല. വെളിച്ചെണ്ണ ഒഴിക്കുമ്പം ടേസ്റ്റ് കുറച്ച് അധികം കിട്ടും. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടാം. അതിനുശേഷം ഇത് നല്ലതുപോലെ പൊതിഞ്ഞ് കെട്ടി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ മീൻ വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. ഒരു സൈഡ് വെന്തതിന് ശേഷം തുറന്ന് നോക്കി തിരിച്ചിട്ട് മറു സൈഡും അതുപോലെ വേവിച്ചെടുക്കാം. മണവും രുചിയുമുള്ള ഡെലീഷ്യസായ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിപ്പിക്കണേ. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രം സഹാന സിമ്പിൾ ടിപ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.